ദ കിക്ക് ഓഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നാസറുമായിട്ടുള്ള കരാർ പുതുക്കിയിരിക്കുകയാണ്. ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്ന ടീമുകളുമായിട്ട് കോൺട്രാക്റ്റ് ഏർപ്പെടും. അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നെങ്കിലും അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് അൽ നാസറുമായിട്ടുള്ള കോൺട്രാക്റ്റ് അദ്ദേഹം പുതുക്കിയിരിക്കുകയാണ്. നല്ല സാലറി ഒക്കെയാണ് അൽ നാസർ അദ്ദേഹത്തിന് നൽകുന്നത്. ഏതായാലും അടുത്ത സീസണിൽ അൽ നാസറിൻ്റെ കുപ്പായത്തിൽ അദ്ദേഹം വീണ്ടും കളിക്കുന്നതായിരിക്കും. വേറൊരു വാർത്തയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അൽ ഹിലാലിൻ്റെ കോച്ചായിരുന്ന ജോർജ് ജീസസ് അൽ നാസറിലേക്ക് വരികയാണ്. RSL ടൈറ്റിലും കിങ്സ് കപ്പും ഒക്കെ അൽ ഹിലാലിന് വേണ്ടി നേടിയിട്ടുള്ള ജോർജ് ജീസസ് ആണ് അൽ നാസറിലേക്ക് വരുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻഡിവിജ്വൽ അവാർഡുകൾ ഏറെ അവിടെ നേടിയിട്ടുണ്ട്. ടോപ്പ് സ്കോറർക്കുള്ള അവാർഡുകളൊക്കെ അദ്ദേഹം അവിടെ നേടിയിട്ടുണ്ടെങ്കിൽ ഒരു ട്രോഫി അൽ നാസറിൽ നേടുക എന്നുള്ളത് അദ്ദേഹം ഇതുവരെ നേടി നടന്നിട്ടില്ല. അതിനൊക്കെ ഒരു അവസാനം കുറിക്കാൻ വേണ്ടിയാണ് ഈ ജോർജ് ജീസസ് അവിടെ വരുന്നു. അദ്ദേഹം റൊണാൾഡോ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നു. പുതിയ കളിക്കാരെ നല്ല സൈനിങ്ങുകളൊക്കെ ഈ അടുത്ത സമയത്തൊക്കെ ആയിട്ട് ഉണ്ടാവും. പിന്നെ മറ്റ് ട്രാൻസ്ഫർ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാർത്തകളാണ് വരുന്നത്. ബ്രെൻഫോർഡിൻ്റെ 26-കാരനായ സ്ട്രൈക്കർ ലെഫ്റ്റ് ഫൂട്ടറായിട്ടുള്ള കളിക്കാരൻ എംബോമോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരികയാണ്. കോൺട്രാക്ട് ഫൈനൽ സ്റ്റേജിലൊന്നുമല്ല. അവരുടെ സെക്കൻഡ് ബിഡും ബ്രെൻഫോർഡ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അദ്ദേഹം എംബോമോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തന്നെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. റൂബൻ അമോരിമിൻ്റെ നേതൃത്വത്തിൽ പുതിയ സീസണിൽ നല്ല സൈനിങ്ങുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്താൻ പോകുന്നത്. ഇപ്പം മാത്യൂസ് കുഞ്ഞ ഓൾറെഡി കോൺട്രാക്ട് നടന്നിട്ടുണ്ട്. ഒരു നമ്പർ 10 റോളിൽ കളിക്കാൻ കഴിവുള്ള ഒരു കളിക്കാരനാണ് മാത്യൂസ് കുഞ്ഞ. ഒരു സ്ട്രൈക്കറായിട്ടും നമ്പർ 9 റോളിലും അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിക്കും. അപ്പോൾ അങ്ങോട്ടേക്കാണ് എംബോമോ വരുന്നത്. കാമറൂൺ ഇൻ്റർനാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ് ഈ എംബോമോ. ഫ്രാൻസിൻ്റെ അണ്ടർ-17, അണ്ടർ-20, അണ്ടർ-21 ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇൻ്റർനാഷണൽ ടീമിനെ പ്രതിനിധീകരിക്കുന്നത് അത് കാമറൂൺ ടീമിന് വേണ്ടിയാണ്. ഹോയിലുണ്ടുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്റർ മിലാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ പ്രോഗ്രസിങ് സ്റ്റേജിലൊന്നും അല്ല അത് നടക്കുന്നത്. ഇപ്പം ഹോയിലുണ്ട് പോവുകയാണെങ്കിൽ ആ നമ്പർ 9 റോളിലേക്ക് ഒരു സ്ട്രൈക്കറെ കൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആഡ് ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കും. ഇപ്പോൾ യോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ആദ്യം വന്നിരുന്നുവെങ്കിലും യോക്കേഴ്സിന് വലിയ താല്പര്യമില്ല യുണൈറ്റഡിലേക്ക് വരുന്നത്. നമ്മളെല്ലാം പ്രതീക്ഷിച്ച റൂബൻ അമോരിമിൻ്റെ പുതിയ സിസ്റ്റത്തിൽ യോക്കേഴ്സ് കൂടെ ഇങ്ങോട്ടേക്ക് വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം തന്നെ യോക്കേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ചർച്ചകളൊന്നും വേറെ നടന്നിട്ടില്ല. പിന്നെ ഗോൾ കീപ്പറുടെ സ്ഥാനത്തേക്ക് എമി മാർട്ടിനസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അത് ഒന്നും കൺഫേം അല്ല. ഒനാന തന്നെ തുടരാനാണ് സാധ്യത. ഒനാന തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത സീസണിലും യുണൈറ്റഡിൻ്റെ കുപ്പായത്തിൽ ഇറങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ഒനാന തന്നെ ആവാനാണ് സാധ്യത. പിന്നെ ആർസനലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഡാനിഷ് ഫുട്ബോളറായ നോർഗാർഡ് ആർസനലിൻ്റെ മിഡ്ഫീൽഡിലേക്ക് വരികയാണ്. ജോർജിനോ കഴിഞ്ഞ സീസണിൽ ടീം വിട്ടായിരുന്നു. ഇപ്പോൾ തോമസ് പാർട്ടി ഇപ്പോൾ ഫ്രീ ഏജൻ്റായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹവും ക്ലബ്ബ് വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു വിടവിലേക്ക് നോർഗാർഡ് വരുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഡക്ലാൻ റൈസിൻ്റെ സബ്ബായിട്ടെങ്കിലും ഇദ്ദേഹത്തെ കളിപ്പിക്കാൻ സാധിക്കും. 31-കാരനായിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഈ നോർഗാർഡ്. ആർസനൽ മിഡ്ഫീൽഡിലേക്ക് ഇപ്പോൾ സുബിമെൻഡി വരുന്നുണ്ടെങ്കിലും ടെക്നിക്കലി വളരെ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ഈ സുബിമെൻഡി. അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കാൻ ഈ നോർഗാർഡിന് കഴിയും. പിന്നെ ആർസനലുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ ലെഫ്റ്റ് വിങ്ങിലേക്ക് ഒരു പ്ലെയറെ നോക്കുന്നുണ്ടെന്നാണ്. ട്രോസാർഡും മാർട്ടിനെല്ലിയും അവിടെ ഉണ്ടെങ്കിലും റോഡ്രിഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഷാബി അലോൺസോയ്ക്ക് റോഡ്രിഗോയെ വേണമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി ആ ഒരു വാർത്തകളൊന്നും ഇപ്പം വരുന്നില്ല. റോഡ്രിഗോ റയൽ മാഡ്രിഡിൽ തന്നെ തുടരാനാണ് സാധ്യത. വേറൊരു ലെഫ്റ്റ് വിങ്ങറെ ആർസനൽ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ളൂ. പിന്നെ നമ്പർ 9 റോളിലേക്ക് ആർസനലിന് ഒരു പ്ലെയറെ അത്യാവശ്യമാണ്. വളരെ നാളുകളായിട്ട് ആരാധകരും ക്ലബ്ബ് മാനേജ്മെൻറ്റും ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു പൊസിഷനാണ് ഈ നമ്പർ 9 റോള്. അപ്പോൾ ആ നമ്പർ 9 റോളിലേക്ക് ഒരു പ്ലെയറെ അത്യാവശ്യമായിട്ട് ആർസനലിന് വേണ്ടതാണ്. ഇപ്പോൾ ബെഞ്ചമിൻ സെസ്കോയും യോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും ബെഞ്ചമിൻ സെസ്കോ ആർസനലിൻ്റെ കുപ്പായത്തിലേക്ക് വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. റിലയബിൾ സോഴ്സൊക്കെ പറയുന്നത് ബെഞ്ചമിൻ സെസ്കോ ആർസനലിൻ്റെ കുപ്പായത്തിലേക്ക് വരും എന്ന് തന്നെയാണ്. വേറൊരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ പോൾ പോഗ്ബ തിരിച്ചു വരികയാണ്. അദ്ദേഹം AS മൊണോക്കോയുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. വളരെ ഇമോഷണലായിട്ടാണ് ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന വേളയിൽ പോഗ്ബയെ നമ്മളെല്ലാം കാണുന്നത്. വളരെ കണ്ണുനീരൊക്കെ വരുന്നു. വളരെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഫുട്ബോളിലേക്ക് തിരിച്ചു വരുന്നത്. ചെറിയൊരു 4 വർഷത്തെ ബാനൊക്കെ കിട്ടിയാണ്. പിന്നെ അദ്ദേഹം അപ്പീൽ കൊടുത്തപ്പോൾ അത് 18 മാസമായിട്ട് ചുരുക്കി. കഴിഞ്ഞ മാർച്ച് തൊട്ട് അദ്ദേഹം അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ AS മൊണോക്കോയുമായിട്ട് അദ്ദേഹം കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ AS മൊണോക്കോയ്ക്ക് ഈ അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗൊക്കെ കളിക്കാൻ സാധിക്കും. ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് പോൾ പോഗ്ബ തിരിച്ചു വരികയാണ്. പിന്നെ അൻസു ഫാറ്റിയും AS മൊണോക്കോയിലേക്ക് വരികയാണ്. ഒരു ലോൺ പ്ലസ് ബൈയിങ് ഡീലിലാണ് ആ കോൺട്രാക്റ്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ അൻസു ഫാറ്റി ഈ ലയണൽ മെസ്സി പോയതിന് ശേഷം ആ നമ്പർ 10 റോളൊക്കെ
ഏറ്റെടുത്ത ഒരു കളിക്കാരനായിരുന്നു. പക്ഷേ ഇഞ്ചുറിയും മറ്റു ചില പ്രശ്നങ്ങളൊക്കെ കാരണം അദ്ദേഹം തൻ്റെ പ്രതിഭയോട് നീതി പുലർത്താൻ ഇതുവരെ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം എ.എസ് മൊണാക്കോയിലേക്ക് വരികയാണ്. ഇപ്പോൾ പോൾ പോഗ്ബയും അൻസു ഫാറ്റിയൊക്കെ ഒന്ന് റിവൈവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അവർ എ.എസ് മൊണാക്കോയിൽ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എ സി മിലാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കിടക്കുകയാണെങ്കിൽ ലുക്കീറ്റ എ സി മിലാനിലേക്ക് വരികയാണ്. കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റാഫേൽ ലയാവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റാഫേൽ ലയാവോയെ ബയേൺ മ്യൂണിക്കിന് വേണം എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹം അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അവരുടെ മാനേജ്മെൻറ്റ് പറയുന്നത് അതുവരെ ഒരു ചർച്ചകളും ഇതുവരെ നടന്നിട്ടില്ല. നല്ല പൈസയൊക്കെ കിട്ടുകയാണെങ്കിൽ റാഫേൽ ലയാവോയെ വിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം എ സി മിലാന് ഇപ്പം താരങ്ങളെ ട്രാൻസ്ഫർ മാർക്കറ്റിലൊക്കെ ഇടപെടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. യൂറോപ്യൻ ഫുട്ബോളിൽ അവരില്ല. ചാമ്പ്യൻസ് ലീഗിലൊന്നും അവരില്ലാത്തത് കൊണ്ട് വലിയ പ്ലെയേഴ്സും അങ്ങോട്ടേക്ക് വരാൻ സാധ്യതയില്ല. ഇപ്പോൾ റെജിൻഡേഴ്സ് പോയിട്ടുണ്ട്. പിന്നെ ബയേൺ ലെവർകൂസനിൽ നിന്ന് സാക്ക എ സി മിലാനിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്ത റിലയബിൾ സോഴ്സുകളിൽ നിന്ന് വരുന്നുണ്ട്. ന്യൂ സാക്ക എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലൻഡിൻ്റെ പ്ലെയറായ ജാംഷിരി എ സി മിലാനിലേക്ക് വരുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. വളരെ യങ് ആയിട്ടുള്ള, വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള, ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്ലെയറാണ് ഈ ജംഷീരി. അദ്ദേഹം ബെൽജിയം ലീഗിലാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സീസണിലെ മികച്ച താരമായിട്ടൊക്കെ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡീൽ ഇതുവരെ ഡൺ ആയിട്ടില്ല. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഒരു പുതിയ താരം കൂടെ അങ്ങനെ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് വരികയാണ്. അപ്പോൾ പുതിയ സീസണിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ എ സി മിലാന് കഴിയുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. റയൽ മാഡ്രിഡുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെ കിടക്കുകയാണെങ്കിൽ അവർ പുതിയ താരങ്ങളെ, ഏഞ്ചലോ സ്റ്റില്ലറിൻ്റെ കാര്യം നമ്മൾ മുൻപ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഏഞ്ചലോ സ്റ്റില്ലറെ വാങ്ങിക്കാൻ അവർ റയൽ മാഡ്രിഡ് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ സമ്മർ ട്രാൻസ്ഫറിൽ ഏഞ്ചലോ സ്റ്റില്ലറെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത വളരെയാണ്. ടോണി ക്രൂസിൻ്റെ അഭാവത്തിൽ ഇപ്പോഴും ആ ഒരു മധ്യനിരയിലെ ഒരു കൺട്രോൾ ഇതുവരെ ഏറ്റെടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു കൺട്രോൾ ഏറ്റെടുക്കാൻ ഏഞ്ചലോ സ്റ്റില്ലർ അങ്ങോട്ടേക്ക് വരാനാണ് സാധ്യത. ക്ലബ്ബ് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലബ്ബ് വേൾഡ് കപ്പിൽ മത്സരങ്ങൾ കഴിയുമ്പോൾ പുതിയ താരങ്ങളെയൊക്കെ ക്ലബ്ബുകൾക്ക് നോട്ടം ഇട്ടിട്ടുണ്ടാവും ഇപ്പോഴേ. അപ്പം ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിയുമ്പോൾ ബാക്കി ട്രാൻസ്ഫറൊക്കെ ഉണ്ടാവും. ബ്രസീലിയൻ ലീഗിലെ താരങ്ങളൊക്കെ മികച്ച പ്രകടനങ്ങളാണ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടക്കുന്നത്. ഇപ്പം റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാൽമറാസ് ഇന്നലെ ജയിച്ചു, ചെൽസി ഇന്നലെ ജയിച്ചു. അപ്പം ഇന്ന് ഇന്റർ മിയാമി PSG കൂടെയുള്ള കളിയാണ്. ആദ്യമായിട്ടാണ് ഇന്റർ മിയാമി ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 എത്തുന്നത് ലയണൽ മെസ്സിയുടെ ഇന്റർ മിയാമി. നമുക്കിന്ന് PSG കളിക്കുമ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. വലിയ അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും നല്ലൊരു മത്സരം തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.